നാളെ സ്വർഗത്തിലേക്ക് മുടങ്ങിപ്പോകുന്നൊരു പേടിയാണ്. അങ്ങനെ വല്ലാത്ത ബേജാറോടെ നിവൃത്തിയില്ലാണ്ട് കടന്നു റൂമിൽ. അങ്ങനെ ഇയാൾ അവിടെ വന്നിരുന്ന് അപ്പോഴാണ് ആ നാട്ടിലെ ഉസ്താദിനെ പിടിച്ച് നിർത്തി നമുക്ക് ഒന്നിച്ച് കിടക്കാം, ഏതായാലും ഇപ്പൊ പോകുന്ന വേണ്ട, ഞാൻ പോയാൽ ഒറ്റപ്പെടും. അപ്പോഴാണ് ഉസ്താദ് പറയുന്നത് ഈ വീട്ടുകാരനെ സംബന്ധിച്ചിട്ട്, ഉസ്താദെ ഈ വീട്ടുകാരൻ ആരാണെന്നറിയോ, 10 കൊല്ലത്തിന് ഇങ്ങോട്ട് ഒരു ജമാഅത്തും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ചെറുപ്പക്കാരനാണ്, 35-40 വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. 10 കൊല്ലത്തിന്റെ ഇടക്ക് ഈ സമയം വരെ ഒരു ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല. അതെവിടെ? പോരയിലല്ല, പള്ളിയിൽ തന്നെ. ഇയാളുടെ ഡ്യൂട്ടി എവിടെയാ? ഗൾഫിലാണ്. ഗൾഫിലേക്ക് പോകുമ്പോ ജമാഅത്തിന് ഒപ്പിച്ച ടിക്കറ്റ് എടുക്കുള്ളൂ. അത് ഈടെ ജമാഅത്ത് കഴിഞ്ഞിട്ട് അടുത്ത ജമാഅത്ത് ദുബൈയിൽ തുടങ്ങുമ്പോ ആ എത്തുന്ന ഫ്ലൈറ്റിലേ പോവുള്ളൂ. അതിനാ ടിക്കറ്റ് വില എത്ര നോക്കൊന്നുമില്ല. ഇയാൾ എന്നോട് പറയുന്നു, ഉസ്താദെ ഞാൻ ബോംബെയിൽ പോയി ചെറിയ ആവശ്യത്തിന് വേണ്ടി ബോംബെയിൽ പോയി അസറിന്റെ വാങ്ങ് കൊടുത്തു. ഞാൻ പള്ളിയിൽ കയറി, 4:30 മണിക്ക് ഫ്ലൈറ്റ് ആണ്, 4:15 അസറിന്റെ ജമാഅത്താണ്. ഞാൻ ഏതായാലും ജമാഅത്ത് കഴിഞ്ഞിട്ട് പോകുന്നു തീരുമാനിച്ചിട്ട് പള്ളിയിൽ കയറിയാണ്. ജമാഅത്ത് കഴിഞ്ഞ് ഞാൻ നേരെ എയർപോർട്ടിൽ പോയി. 4:30 മണിക്ക് ഫ്ലൈറ്റ് അല്ലേ, എയർപോർട്ടിൽ നോക്കും ഫ്ലൈറ്റ് 5 മണിക്കാ. ഞാൻ രക്ഷപ്പെട്ടു. ഇങ്ങനെ എന്റെ ജീവിതത്തിന് 10 കൊല്ലത്തിനിടക്ക് ഒരൊറ്റ ജമാഅത്തും നഷ്ടപ്പെട്ടു പോയിട്ടില്ല ഇയാൾ പറയാ. എന്നിട്ടോ ഒരൊറ്റ തഹജ്ജുദും എനിക്ക് 10 കൊല്ലത്തിനിടക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇയാളിങ്ങനെ പറയുന്നു. എന്നിട്ട് ഇയാൾ പറയാണ്, ഉസ്താദ് എന്റെ ഈ പോരക്ക് 3.5 കോടി തീർന്നു ഉസ്താദെ, ഞാനിത് ഈ നിലക്ക് ജീവിക്കുന്നത് അള്ളാഹ് എനിക്ക് കൂലി വാരി തന്നെ. ഞാനക്ക് എവിടെ നിന്ന് കെട്ടുമെന്ന് ഞാൻ തീരുമാനിച്ച് കെട്ടിയതൊന്നുമല്ല, റബ്ബി ഇങ്ങനെ കെട്ടാൻ വേണ്ടി തീരുമാനിച്ചു. ഇതൊക്കെ ആലിമീങ്ങൾക്ക്, എനിക്കല്ല, തങ്ങന്മാർക്കും ആലിമീങ്ങൾക്കും. നിങ്ങൾ നോക്കൂ. എന്നിട്ടോ ഞങ്ങൾ 4-5 ഉസ്താദ്മാർ അവിടെ ഉണ്ട്. ഞങ്ങൾ സ്വബൈസ്കരിച്ചിട്ട് വീട്ടിൽ സ്വബൈന്റെ വാങ്ങിട്ട് പോരന്റെ ഉള്ളിൽ ജമാഅത്താക്കുമ്പോ ഇയാൾ ബൈക്കെടുത്തിട്ട് ഒറ്റ പോക്ക്. ഇയാളില്ല, ഇയാൾ പള്ളിക്കെത്തി. ഞങ്ങൾ പൊരയിൽ ജമാഅത്താക്കുമ്പോ ഇയാൾ ബൈക്ക് എടുത്തിട്ട് പോയിട്ടായി. എന്നിട്ട് ഇയാൾ എന്നോട് പറയുന്നു, ഉസ്താദ് നിങ്ങൾ ബേജാറാക്കണ്ട, മിനിയാൻ എന്റെ പൊരക്ക് കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങൾ വന്ന് ഉറൂസ് കഴിഞ്ഞ പിറ്റേ ദിവസം തങ്ങൾ വന്ന് പൊരക്ക് കയറി, ഞാൻ കുടിക്കാൻ കൊടുത്തിട്ട് ഞാൻ പോയി. ഞാൻ എടുക്കാൻ പോയത് സംഭവം 4:20 4:15 ജമാഅത്ത്, എനിക്ക് ജമാഅത്ത് കിട്ടണ്ടേ. ഞാൻ ബൈക്കെടുത്ത് തങ്ങൾ എന്റെ പൊരയിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ തങ്ങള് ഫോനെ കിഞ്ഞ എടുക്കണ പോയത് എന്നെ നിർത്തിയിട്ട് ഫോൺ എടുക്കുന്നില്ല. നോക്കുമ്പോ ഇയാൾ ജമാഅത്തിനുണ്ട്. തിരിച്ചു വന്നു, എവിടെയാണ് പോയത്? ജമാഅത്തിന്. അപ്പൊ ഞങ്ങളൊക്കെ മനുഷ്യന്മാരല്ലേ? അല്ല തങ്ങളെ, ഞാൻ 10 കൊല്ലമായി ജമാഅത്ത് ഒഴിവാക്കാൻ, എന്നാ പോയിക്കള്ളവർക്ക് തകട്ടെ. തങ്ങളെ ഇരിച്ചിട്ട് ഒറ്റ പോക്ക് ജമാഅത്തിന്. ഇങ്ങനെ എത്ര മനുഷ്യന്മാരുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലാഹു അത് നിലനിർത്താനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഇയാളെ കഥയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഞാൻ കരഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, ഞങ്ങളൊക്കെ ജമാഅത്തിനും നിസ്കാരത്തിനൊക്കെ വഹലും പറഞ്ഞിട്ട് സുബ്ഹാന ജല്ല ജലാലുഹു ചിലപ്പോഴൊക്കെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകാറുണ്ട്, ചിലപ്പോഴൊക്കെ തഹജ്ജുദ് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, ഇന്നലെ ഉജ്ജല പരിപാടി കഴിഞ്ഞ് ഞാൻ കാജൂർ വഅദിന് പോയി. തിരിച്ചെത്തുമ്പോൾ 3:15 പള്ളി ഞാൻ 5 മണിക്ക് എൽറാമ വെച്ചിട്ട് കടന്ന് നോക്കുമ്പോൾ എനിക്ക് തഹജ്ജുദ് നഷ്ടപ്പെട്ടു പോയി. ഞാൻ 5:30 നിൽക്കുന്നത്. ഇങ്ങനെ വഅദിന്റെ കാരണം കൊണ്ട് തഹജ്ജുദ് നഷ്ടപ്പെട്ടു പോകുന്നു. പക്ഷേ ഇയാൾ പറയാണ്, ഉസ്താദേ എനിക്ക് ഒറ്റ തഹജ്ജുദ് നഷ്ടപ്പെടാറില്ല. ഇങ്ങനെ എത്ര നല്ല മുഅ്മിനീങ്ങളുണ്ട്. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, അങ്ങനെ നല്ല മനസ്സോടെ ജീവിക്കുന്നവരാകണം, 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ, 5 വക്ത് കൃത്യമായി ശുദ്ധിയുള്ള സമയത്ത് നിസ്കരിക്കുന്ന ഉമ്മമാരാരാണ്? മൗലൂദിന്റെ റാത്തീബിന്റെ കുതുബിയത്തിന്റെ മംഗലത്തിന്റെ ചീരണി മൗലൂദിന്റെ പേരും പറഞ്ഞ് നിസ്കാരം കളാക്കാത്ത ഉമ്മമാർ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വസമത്ത് ശഹ്റഹാ, അതേ വിശുദ്ധ റമദാൻ കടന്നു വന്നപ്പോൾ ആ റമദാനിൽ ശുദ്ധിയുള്ള സമയത്ത് കൃത്യമായി ഗീബത്ത് പറഞ്ഞ് നമീമത്ത് പറഞ്ഞ് നോമ്പിനെ ബാത്തിലാക്കാതെ എല്ലാ അവയവങ്ങളെയും സംരക്ഷിക്കേണ്ടതുപോലെ സംരക്ഷിച്ചിട്ട് അതാ നോമ്പ് നോക്കുന്ന ഉമ്മമാര് ആരാണ്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഹഫിളത് ഫർജഹാ. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓ ഉമ്മമാരെ, ആ പെണ്ണ് അവൾ
അവിടെ ഔറത്തിനെ സൂക്ഷിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ജാമിയ സയ്യിദിന്റെ സമ്മേളനം നടക്കുകയാണ്. ഇന്ന് സമ്മേളനത്തിന്റെ പതാക ഉയർത്തിയിട്ട് അവിടെ ഗൾഫ് മീറ്റ് നടന്നപ്പോൾ, പ്രവാസി മീറ്റ് നടന്നപ്പോൾ വന്യരായ ദേവർശോല ഉസ്താദ് അവர்கள் അവിടെ പറഞ്ഞ അത്ഭുതങ്ങള്, അതേ ഗൾഫുകാരെ സംബന്ധിച്ച്, പ്രവാസി സുഹൃത്തുക്കളെ സംബന്ധിച്ച് കണ്ണീരൊലിപ്പിക്കുന്ന കഥകളങ്ങ് പറഞ്ഞപ്പോൾ ഉസ്താദ് പറയുന്നു, ഈ അടുത്ത് കേരളത്തിൽ നടന്ന ഒരു സംഭവം. ഉസ്താദ് അതാ സൗദി അറേബ്യയിലെ ഷറഫിയ എന്ന സ്ഥലത്തുള്ള ഒരു ചെറുപ്പക്കാരനും വന്യരായ ദേവർശോല ഉസ്താദ് അതാ ഉംറയും കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് അതേ ജിദ്ദയിലെ ഷറഫിയയിലെ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ 9 കൊല്ലത്ത് ഇങ്ങോട്ട് ആദ്യമായിട്ടാ നാട്ടിലേക്ക് വരുന്നത്. എന്തേ കാരണോ? അതേ കുറെ ബുദ്ധിമുട്ടുകൾ, അതേ മക്കളൊക്കെ വലുതാക്കി ഒരു വീടങ്ങുണ്ടാക്കി, വീടിന്റെ ഉദ്ഘാടനത്തിൽ ദേഹം വരുന്നു. അങ്ങനെ ഒന്നിച്ച് ഫ്ലാറ്റിൽ എങ്ങനെ ഇരിക്കുമ്പോൾ ഉസ്താദ് ചോദിച്ചോലോ, അല്ലേ നിങ്ങളെ കൂട്ടാനാര് വരും, നിങ്ങളെ കൂട്ടാനാര് വരും? അപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ പറയുന്നത്, എന്റെ 3 പെൺമക്കളും വരും. എന്റെ പ്രിയധർമ്മണിയായ 9 കൊല്ലത്തിന് ശേഷം ഞാൻ ആദ്യമായി കാണുന്ന എന്റെ ഭാര്യയും എന്നെ കൂട്ടാൻ വേണ്ടി വരും. അങ്ങനെ എയർപോർട്ടിൽ വന്ന് കോഴിക്കോട് ഇറങ്ങിട്ടതാ ഉസ്താദും ഇയാളും ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോ 3 മക്കൾ അവിടെ നിൽക്കുന്നുണ്ട്. 3 പെൺമക്കളാണ്. അവിടെ 3 മക്കൾ നിൽക്കുന്നുണ്ട്. ഭാര്യനെ കാണുന്നില്ല. ഇവന്റെ മുഖമാകെ മങ്ങല് വന്നുപോയി. അതേ മൂത്ത മകളോട് ചോദിക്കുന്നു, ഉമ്മ എവിടെ പോയി? അപ്പോഴാണ് മൂത്ത മകൾ പറയുന്നു, ഉപ്പാ നിങ്ങൾ വരുന്നത് അറിഞ്ഞിട്ട് ഉമ്മ ഇന്നലെ രാത്രി ഏതോ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ എന്തിനാണ് ഈ ഉമ്മമാരോട് ഇത് പറഞ്ഞത്? നിങ്ങൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരെത്രയാണ്? ഞങ്ങളൊക്കെ കണ്ട അനുഭവങ്ങളാണ് ഇത് പറയുന്നത്. ഈ അടുത്ത് സൈദിന്റെ പ്രചരണത്തിന് വേണ്ടി ബഹ്റൈനിൽ പോയപ്പോൾ അവിടെ കഷ്ടപ്പെടുന്ന എത്രയെത്ര ചെറുപ്പക്കാരാണ്. സൗദി അറേബ്യയുടെ നാനാഭാഗത്ത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതേ താഴെ തട്ടിൽ നിന്ന് ഗ്യാസിന്റെ പെരടിൽ വെച്ചിട്ട് 12ഓളം തട്ടിലേക്ക് നടയിലൂടെ നടന്നു പോകുന്നവരെത്രയാ? ദുബായിലും അബുദാബിയിലും ഷാർജയിലും മല്ലയിലും ഒക്കെ കഷ്ടപ്പെടുന്നവരെത്രയാണ്? ഖത്തറിൽ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർ, ഇതൊക്കെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഓ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ അടുത്ത് അബുദാബിയിലും അതുപോലെ തന്നെ ബഹ്റൈനിലും ഖത്തറിലൊക്കെ പോയി പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങളെ ഭാര്യമാരെ 1 മാസത്തേക്കെങ്കിലും നിങ്ങൾ ഗൾഫിലേക്ക് കൊണ്ടുവരണം. നിങ്ങളുടെ ഭാര്യമാരെ ഒന്ന് ഗൾഫൊന്ന് കാണിച്ചു കൊടുക്കണം. ഞാൻ എന്റെ വാല് കേൾക്കുന്ന പെങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ മക്കൾക്ക് വേണ്ടി നിങ്ങളെ ഭർത്താക്കന്മാര് വിദേശ രാജ്യങ്ങളിൽ പോയി അവര് കഷ്ടപ്പെടുന്നത് എത്രയാ? നിങ്ങൾ നല്ല വീടുണ്ടാക്കിയിട്ട് ആ വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾ സുഖിച്ചു കൊണ്ടിരിക്കുമ്പോ നിങ്ങളെ ഭർത്താവ് ഗൾഫിൽ സുഖിക്കുന്നത് എവിടെ? ചെറിയ ഒരു റൂമിന്റെ അകത്ത് 8ഉം 10ഉം ആളും താമസിക്കുമ്പോ അതേ ഒരേ റൂമിൽ അട്ടി കട്ടിലങ്ങ് വെച്ചിട്ട് അതിന്റെ മുകളിൽ കടന്നുറങ്ങുന്ന രംഗം, സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ അതേ കടക്കുന്ന മനുഷ്യന്റെ മുകളിൽ സാധാരണ ഒല്ലി വായിച്ചിട്ടല്ലേ കടക്കാറ്. എന്നാ ഗൾഫിലെ സുഹൃത്തുക്കളെ കടക്കാറ് ഒല്ലി വായിച്ചിട്ടല്ല, മൂട്ട വായിച്ചിട്ടാണ്. മൂട്ടകളെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ ആ വിദേശ പ്രവാസികളുടെ ജീവിതം, ശരീരം മുഴുവനും മൂട്ടയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ അടുത്തരെ വന്നിട്ട് ബോംബെയിൽ എയർപോർട്ട് ഇറങ്ങിയപ്പോ ഒരാളിങ്ങനെ എന്റെ കന്തൂറയിലേക്ക് ഇങ്ങനെ തട്ടുന്നു. ഞാൻ നോക്കി, എന്ത് നോക്കുമ്പോ എന്റെ കന്തൂറയിൽ മൂട്ട. സുബ്ഹാനല്ലാഹ്. ഗൾഫിൽ നിന്ന് വന്ന മൂട്ടകളാണ്. ഈ മൂട്ടന്റെ കടികളേറ്റിട്ട് ഒരു റൂമിൽ 8ഉം 10ഉം പ്രിയപ്പെട്ട കൂട്ടുകാർ താമസിക്കുമ്പോ നിന്റെ വീട്ടിൽ AC ഉണ്ട് അല്ലേ, എയർ കണ്ടീഷൻ സംവിധാനമുണ്ട് അല്ലേ, നിന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് നിനക്ക് കെട്ടിത്തന്ന വീട്ടില് എത്രയാണ് തണ്ടാസുള്ളത്? എന്നാൽ ഗൾഫിൽ പോയവർക്കറിയാ, ഒരു റൂമിൽ 8 ആള് താമസിക്കുമ്പോ ആ കക്കൂസിന്റെ ഡോറിൽ അതാ ഒരു നോട്ടീസ് ഒട്ടിച്ച് വെച്ചത് കാണാ. എന്താണ് നോട്ടീസിലുള്ളത്? ബുധനാഴ്ച മുഹമ്മദ്, വ്യാഴാഴ്ച അതേ ഇബ്രാഹിം, അതേ വെള്ളിയാഴ്ച പോക്കർ, ശനിയാഴ്ച അബ്ദുള്ള. എന്താ സംഗതി? കക്കൂസ് കഴുകുന്ന
രജിസ്റ്റർ അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ എന്റെ കണ്ടുകൊണ്ട് കണ്ടതല്ലേ. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ നിലക്ക് നിങ്ങൾക്ക് വേണ്ടി ഈ പിരിക്കുന്നവര് അതാ വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ശരീരത്തിന്റെ രക്തങ്ങളെ മുഴുവനോ വിയർപ്പാക്കി കഷ്ടപ്പെടുമ്പോൾ അവൻ നിന്നെ വിശ്വസിച്ചിട്ടാണ് കഷ്ടപ്പെടുന്നത്. പക്ഷേ നീ ഏതോ ഒരുത്തന്റെ കൂടെ സുഖിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോകുമ്പോ തങ്ങളെ ഇത് റബ്ബ് പൊരുത്തപ്പെടുമോ? നിന്നെ വിശ്വസിച്ചുകൊണ്ട് നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി വിദേശ രാജ്യങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഊടില്ലാതെ ഉറക്കില്ലാതെ വളരെ അധ്വാനിച്ച് നാട്ടിലേക്കൊന്ന് പോകണം, എന്റെ ഭാര്യയുമായി ഒന്ന് സുഖിക്കണമെന്ന ചിന്തയോടെ വിദേശ രാജ്യങ്ങളിൽ നിന്റെ ഭർത്താവ് കഷ്ടപ്പെടുമ്പോ ഈ ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന, ഈ ഭർത്താക്കന്മാരെ ചതിക്കുന്ന എത്ര ഗൾഫുകാരന്റെ ഭാര്യമാരാണ് നമ്മുടെ സമുദായത്തിലുള്ളത്. ഉമ്മമാരെ മൂളൂരിലുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലാഹു കാക്കട്ടെ. എന്തേ പെങ്ങളെ സബറില്ലാത്തവളായി പോയോ? അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ സംബന്ധിച്ചാണ് പറയുന്നത്, വഹഫിളതു ഫർജഹാ, അവളുടെ ഔറത്തിനെ അവൾ കാത്തു സൂക്ഷിക്കുന്നു. അവളുടെ ഭർത്താവ് കെട്ടിച്ചു കൊടുത്ത തന്റെ ഭർത്താവിന്റെ മുമ്പിലല്ലാതെ സുഖിക്കാൻ വേണ്ടി ഒരു പുരുഷന്റെ മുമ്പിലേക്ക് നീ ഔറത്ത് വെളിവാക്കൂലെന്ന് തീരുമാനമെടുത്താൽ തങ്ങളെ അങ്ങനെ തീരുമാനിക്കുന്നവളാകണം. ഇതേതാണ് കാലമെന്നറിയോ? ആഖിറു സമാനല്ലേ. സുബ്ഹാനല്ലാഹ്. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, വാട്സപ്പിൽ കണ്ടു, ഒരു കറുകറുത്തൊരു മനുഷ്യനും വെളുവെളുത്തൊരു മുസ്ലിം പെൺകുട്ടിയും അതാ രണ്ടാളുമുള്ള ഒരു ഫോട്ടോ വാട്സപ്പിൽ വന്നു. നേരെ താഴെ ഒരു വോയിസ് മെസ്സേജ് കാണാം. അതൊന്ന് വട്ടനൊത്തിയാൽ അതാ വോയിസ് മെസ്സേജിൽ കേൾക്കുന്നത് ഇതാരാണെന്നറിയോ? ഒരു അമുസ്ലിം സുഹൃത്താണ്. ഈ പെണ്ണാരാണ്? ഇന്ന ജില്ലയിലെ ഒരു വലിയ കോടീശ്വരന്റെ മകളാണ്. ആ മുസ്ലിം കല്യാണം കഴിഞ്ഞ് 2 മക്കളുണ്ട്. ഈ പെണ്ണിനിക്കും 2 മക്കളുണ്ട്. പെണ്ണിന്റെ ഭർത്താവ് അതാ ഗൾഫിലാണ്. അവൻ ഗൾഫിൽ കഷ്ടപ്പെടുമ്പോ ഈ പെണ്ണൊരു അമുസ്ലിമിന്റെ കൂടെ ഇറങ്ങിപ്പോയത് ഇന്നലെ വാട്സപ്പിൽ വന്നതാണ്. എന്റെ മൊബൈൽ ഒരു പക്ഷെ ഇപ്പോഴും അത് ഉണ്ടാകും. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇങ്ങനെ വിദേശത്ത് താമസിക്കുന്ന പ്രവാസികളായ ഭർത്താക്കന്മാരെ ചതിക്കുന്ന, വഞ്ചിക്കുന്ന ഉമ്മമാരി നാട്ടിലുണ്ടോ? അല്ലാഹു കാക്കട്ടെ. ഉമ്മമാര് സൂക്ഷിക്കുന്നവരാകണം, പെങ്ങളെ സൂക്ഷിക്കുന്നവരാകണം. എന്നാൽ പറയട്ടെ, ഇതിന്റെ എല്ലാം കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളെ ഭാര്യമാര് നിങ്ങൾ വിദേശത്തു നിന്ന് വരുമ്പോ ഭാര്യമാര് സുരക്ഷിതരായി വീട്ടിൽ വേണോ? നിങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുന്നവരാകണോ? വിശിഷ്യ മൊബൈലിന്റെ കാര്യം വളരെ ശ്രദ്ധിക്കുന്നവരാകണോ? നിനക്ക് ഗൾഫിൽ നിന്ന് വിളിക്കാനെങ്കിൽ ഒരു ചെറിയ മൊബൈൽ ഒന്ന് വാങ്ങിക്കൊടുത്തോ. വാട്സപ്പും നെറ്റുമായി അരേ അങ്ങോട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോ എല്ലാ മുസീബത്തും വരുന്നത് വാട്സപ്പിലൂടെയാണ്, ഫേസ്ബുക്കിലൂടെയാണ്, നെറ്റിലൂടെയാണ്. ഓ സഹോദരങ്ങളെ, ഇത് പറയുമ്പോ ഉമ്മമാരിനോട് ചൂടാകുന്നുണ്ടാകും. അവരവിടെ ഇരിക്കട്ടെ. ഞാൻ പറയുന്ന പുരുഷന്മാരോടാണ്. നിങ്ങളെ ഭാര്യമാര് സുരക്ഷിതരായി നിങ്ങൾക്ക് വേണമെന്നാണോ ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു ചെറിയ മൊബൈൽ ഒന്ന് വാങ്ങിക്കൊടുത്തോ. അരേ ഫേസ്ബുക്കും നെറ്റും അതുപോലെ വാട്സപ്പും ഒക്കെ കയ്യിലാക്കി കൊടുത്താ നീ വരുമ്പോ പെണ്ണുണ്ടാവൂല. കാലം അതാണ്, ഇന്ന് കാലം അതാണ്, ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതാണ്. അല്ലാഹു ഈ സമുദായത്തെ കാക്കട്ടെ. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സല്ലത്തുൽ മർഅതു ഖംസഹാ, ഒരു പെണ്ണ് 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്നവളാണ്. വസാമത്ത് ശഹ്റഹാ, അരേ വിശുദ്ധ റമളാനിൽ നോമ്പെടുക്കുന്നവളാണ്. പോരാ, വഹഫിളതു ഫർജഹാ, അവളെ ഔറത്തിനെ അവൾ പൂർണ്ണമായും സൂക്ഷിക്കുന്ന
പറയുന്നവളാണ്. ഭർത്താവിനെ വഞ്ചിക്കൂല, അവള് ഭർത്താവിനെ ചതിക്കൂല. അതുപോലെ കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികള്, ഞാൻ എന്റെ ഉപ്പമാരോട് പറയട്ടെ, അതെ നിങ്ങളെ പെൺകുട്ടികള് ഇന്ന് എല്ലാവരും ചിന്തിക്കുന്നവരെന്താണ്, SSLC കഴിഞ്ഞാൽ പിന്നെ പൊലയിലിരിക്കുമ്പോ പെണ്ണിന് ടെൻഷൻ പിടിക്കും സാറേ, അതുകൊണ്ടൊന്ന് ഡിഗ്രിക്ക് പോകട്ടെ, +2 വരെ പോകട്ടെ. ഇങ്ങനെ ചിന്തിച്ചിട്ട് സുബ്ഹാനല്ലാഹ് സെക്കൻഡ് മ്യൂസിയം കഴിഞ്ഞപ്പോ പിന്നെ ഡിഗ്രിക്ക് പോകട്ടെ, ഇങ്ങനെ ഡിഗ്രി വരെ പറഞ്ഞയച്ചു. എന്തിനാ? പൊലയിലിരിക്കുമ്പോ ടെൻഷനാ. ഞാൻ പറയട്ടെ ഉപ്പമാര്, നിന്റെ SSLC കഴിഞ്ഞ പെൺകുട്ടികളെ വീട്ടിലിരുത്തിട്ട് ഒന്ന് നന്നായി ചോറ് വെക്കാനും കറി വെക്കാനും പഠിപ്പിക്കൂ. ഏതാണ് കാലമെന്നറിയോ? ഡിഗ്രിയും പഠിച്ച പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ പോയപ്പോ ചോറ് വെക്കാൻ അറിയാതെ, കറി ഉണ്ടാക്കാൻ അറിയാതെ, അപ്പം ചുടാൻ അറിയാതെ തലാഖിന്റെ വക്കിലെത്തിയ എത്ര സഹോദരിമാരെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തേ ടെൻഷനാണോ? ആ ഉമ്മാക്ക മകളെ വീട്ടിലിരുത്തിട്ട് ഒന്ന് ശരിക്കും അരക്കാൻ പഠിപ്പിച്ചൂടെ, ഒന്ന് ദോശ ചുടാൻ പഠിപ്പിച്ചൂടെ, എങ്ങനെയാണ് മീൻ മുറിക്കേണ്ടതെന്ന് പഠിപ്പിച്ചൂടെ. അതാ ഭർത്താവ് ചിക്കനും മട്ടനും കൊണ്ടുവന്നാല് അത് മുറിച്ചിട്ട് കറി വെക്കൽ എങ്ങനെയാണോ, ഇതൊന്ന് വീട്ടിലെ ഉമ്മ ആ മകൾക്കൊന്ന് പഠിപ്പിച്ചുകൂടെ. ആ പഠിച്ച പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ പോയാൽ അവിടെ നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോ അമ്മായിമ്മക്ക് എന്തൊരു സന്തോഷമാണ്, എന്റെ മരുമകൾ എന്തൊരു ഫുഡാണ്, എന്തൊരു ഭക്ഷണമാ. പക്ഷെ ഇന്ന് എല്ലാ അമ്മായിമ്മക്കും ബേജാറ്, എന്റെ മകൻ കൊണ്ടുവന്ന പെൺകുട്ടിക്ക് അടുക്കളയിലേക്ക് പോകാൻ അറിയുന്നില്ല, അവൾക്ക് ചായ വെക്കാൻ അറിയുന്നില്ല, അവൾക്ക് പാല് ചൂടാക്കാൻ അറിയുന്നില്ല, അവൾക്ക് മുട്ട പൊട്ടിക്കാൻ അറിയുന്നില്ല. ഈ ഒരു പെൺകുട്ടീനെയാണോ എന്റെ മകൻ കൊണ്ടുവന്നത്? എവിടെന്നാണ് ഈ പരാതി വന്നത്? ഓ ഉപ്പമാരെ, നിന്റെ മകൾ SSLC കഴിഞ്ഞ് പൊഴലിരിക്കുമ്പോ അവൾക്ക് പിന്നെ ടെൻഷൻ അടിക്കും, പിന്നെ മാനസികം പിടിക്കും. ഞാൻ പറയട്ടെ, മാനസികം പിടിക്കണല്ലോ, അതുകൊണ്ടല്ലേ കങ്കനാടി അള്ള പടച്ചു വെച്ചത്. പിന്നെ എന്തിനാണ് മോനെ നിന്റെ മകളെ വീട്ടിലിരുത്തിട്ട് ജോലി പഠിപ്പിച്ചുകൂടെ? ഇങ്ങനെ ഡിഗ്രിയും ഒക്കെ പഠിച്ച പെൺകുട്ടി, സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ചില ഉപ്പാര് പറയുന്നു, സാറേ അങ്ങനെ ഡിഗ്രിക്ക് പോകുമ്പോ ആരെങ്കിലും കണ്ടെങ്കിലല്ലേ പുതിയ ആപ്പള ശരിയാവൂ, അല്ല പൊരന്റെ ഉള്ളിൽ കുത്തുന്ന പിന്നെ പുതിയ ആപ്പള വരുവോ? ഞാൻ ചോദിക്കട്ടെ, എടാ നിന്റെ കയ്യിലാണോ അധികാരം? ഈ പെണ്ണിനെ പടക്കുമ്പോ ഒരു പുതിയ ആപ്പള്ള പടച്ചിട്ടുണ്ട്. ആ ഒരു വിശ്വാസം നിനക്കില്ലെങ്കിൽ നീ പിന്നെ എന്ത് മുസ്ലിമാടാ? നീ എന്ത് മുസ്ലിമാടാ? നിന്റെ പെണ്ണിനൊരു പുതിയ ആപ്പള അള്ള പടച്ചിട്ടില്ലേ? അത് അള്ള കണക്കാക്കി സമയമെത്തുമ്പോ അത് എത്തുമെന്ന വിശ്വാസക്കാരല്ലേ നമ്മളൊക്കെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, പെൺകുട്ടിയെ കൂടുതൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോ ശ്രദ്ധിക്കണം. ആയിക്കോട്ടെ, ഡോക്ടറാക്കുന്നോ എഞ്ചിനീയറാക്കുന്നോ ഏതൊരു ഭാഗത്തേക്ക് തിരിക്കുന്നോ പ്രശ്നമല്ല. ഒന്നുമില്ലാതെ വെറുതെ ഡിഗ്രിയാക്കിയ പെൺകുട്ടി തന്റെ ഭർത്താവിന്റെ വീട്ടിൽ പോയി അടുക്കളയിൽ പോയി ചട്ടി കടിക്കുന്ന പണിയല്ലേ MAയും BKയും പഠിച്ച പെൺകുട്ടി അതാ ചെയ്യുന്നത്. അടുക്കളയിൽ ചട്ടിപ്പാത്രം കഴുകുകയാണ്. ഇതിനൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് പറയട്ടെ, മിനിമം SSLC പഠിച്ചിട്ട് നമ്മളെ മക്കളെ ഉമ്മമാര് ശ്രദ്ധിക്കണം. വീട്ടിന്റെ അകത്തിരുത്തിയിട്ട് നല്ലോണം പണി പഠിപ്പിക്കണോ. സുബ്ഹാനല്ലാഹ്, ഞാൻ ഓർത്തു പോവുകയാണ്, ഒരു ഉമ്മാക്ക് 6 പെൺകുട്ടികൾ. ഈ ഉമ്മാന്റെ ഒരു സ്നേഹം നിങ്ങൾ നോക്കണം. ഞാനൊരു ദിവസം ഒരു വീട്ടിലേക്ക് ഇങ്ങനെ കയറി, കുടുംബത്തിലൊരു വീട്ടിലേക്ക് കയറുമ്പോ എല്ലാ പെൺമക്കളും ഇങ്ങനെ ഇരിക്കുകയാണ്. ഉമ്മയാണെങ്കിൽ അതാ പോയിട്ട് പുറത്ത് ചട്ടിപ്പാത്രം കഴുകുകയാണ്. ഞാൻ ചോദിച്ചു, അല്ല ഉമ്മ, വയസ്സായിട്ട് നിങ്ങൾക്ക് മതിയായിക്കൂടെ? ഈ കല്ല് പോലത്തെ ബാല്യക്കാരത്തി പെണ്ണുപിള്ളേരുണ്ടാകുമ്പോ അവര് കഴുകിക്കൂടെ? അപ്പോഴാണ് വാത്സല്യത്തിന്റെ ഉമ്മ എന്നോട് പറഞ്ഞൊരു വാക്ക്, ഉസ്താദേ, മംഗലം കഴിക്കേണ്ട പിള്ളേർ ചട്ടിപ്പാത്രമൊക്കെ കയ്യെങ്കിൽ ഒരെ കൈപടക്കാവല്ലോ ഉസ്താദേ. അതുകൊണ്ട് ഞാൻ തന്നെ കൗവാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ഉമ്മ, നീ അങ്ങനെ തീരുമാനിച്ചത് ശരിയാണ്. പക്ഷേ ഇവിടെ ഭർത്താവിന്റെ വീട്ടിന് പോയാൽ ഇവൾക്ക് ഇവനെ കഴുകാൻ അറിയുമോ? അലക്കാൻ അറിയുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നും അറിയാതെ എത്രയാണ് കുടുംബത്തിന് പ്രശ്നം നടക്കുന്നത്. അതുകൊണ്ട് ഈമാനുള്ളവരോടാണ് ഞാനിത് പറയുന്നത്. ഓരോന്നും വിശദീകരിക്കാൻ സമയമില്ല. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ഇവിടെ പെൺമക്കളെ കാര്യം നന്നായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇതങ്ങ് പറയുമ്പോ എന്റെ സദസ്സിലൊരു ഉപ്പ പറയാണ്, ഈ ഉസ്താദ് ഏത് പെണ്ണിന്റെ കഥ? എന്റെ മോളെ കഥയാ പറയുന്നത്. എന്റെ മോള് കോളേജിൽ പോകുന്ന ഉസ്താദേ, ധാരളഘട്ടക്ക്
എന്റെ മോള് ഓള് ബെറല് കയ്യിലിട്ട് ബെറല് വായിക്കിട്ട് നോക്ക് കടിക്കാൻ അറിയാലോ ഉസ്താദേ, ഇങ്ങനത്തെ പാപ്പോ ഓൾ ഇങ്ങനെല്ലാം ആക്കോ. നീ നാളെ കാലത്ത് ഇട്ട് നോക്കി, എന്നിട്ട് കൈയിന്റെ അഡ്രസ് ഉണ്ടാവൂല. നീ വിചാരിച്ചെങ്കിൽ ബെറലിട്ട കടിക്കാൻ അറിയില്ല എന്നല്ലേ? അത് പണ്ട് കോളേജിൽ അയക്കുമ്പോ ഇപ്പൊ ഇട്ട് നോക്ക്, നിന്റെ കൈയിന്റെ അഡ്രസ് ഉണ്ടാവൂല. പിന്നെ നിനക്ക് വികലാംഗനായ പിന്നെ ബസ്സിന് ടിക്കറ്റ് ഒരു കാർഡ് ഉണ്ടാക്കിയാൽ മതി. 10 രൂപ നിനക്ക് 2 രൂപ എത്തേണ്ടത്തേക്ക് എത്താം. വികലാംഗനായി മാറും നീ, അറിയോ? ആ നിലക്ക് നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികൾ വളർന്നുപോയി. നിങ്ങൾ നോക്കൂ, നിങ്ങളെ സ്വന്തം പഠിക്കുന്ന പെൺമക്കള് ആ പഠിക്കുന്ന ക്യാമ്പസിന്റെ മുറ്റത്ത് പോയിട്ട് നിങ്ങളൊന്ന് ഒളിഞ്ഞിരുന്നിട്ട് മക്കളെ കഥകളൊന്ന് നോക്കൂ. നിങ്ങള് അന്യപുരുഷന്മാരാകുന്ന കൂടെ പഠിക്കുന്ന ചെറുപ്പക്കാരന്റെ കൂടെ വൃത്തികെട്ട പ്രവർത്തനം സമുദായത്തിലെ മുസ്ലിം പെണ്ണുങ്ങളാ. ഇതിനാരാണ് സൗകര്യമുണ്ടാക്കി കൊടുത്തത്? ഇത് പറയാതിരിക്കാൻ നിവൃത്തിയുണ്ടോ? നാളെ റബ്ബിന്റെ കോടതിയിൽ ഈ ഇരിക്കുന്ന ഉസ്താദുമാരും മറുപടി പറയേണ്ടി വരൂലേ? അതുകൊണ്ടാണ് ഞാൻ ഇതിന് ശബ്ദിക്കുന്നത്. ഈ സമുദായത്തിലെ മുസ്ലിം പെൺകുട്ടികളെ അഴിഞ്ഞാട്ടത്തിന് വിട്ടാൽ ഓ മുസ്ലിം ഉപ്പമാരെ നമ്മൾ റബ്ബിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അരേ 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന പെണ്ണ, വിശുദ്ധ റമദാനിൽ നന്നായി നോമ്പെടുക്കുന്ന പെണ്ണ, വഹഫിലത്ത് ഫർജഹാ, അരേ അവളെ ഔറത്തിനെ സൂക്ഷിക്കുന്ന പെണ്ണ ഒരാളെയും തൊടാൻ അനുവദിക്കില്ല. തന്റെ കെട്ടിച്ചു കൊടുത്ത ഭർത്താവിനെ അല്ലാതെ ഒരാളെയും അവള് തൊടാൻ അനുവദിക്കുന്നില്ല. 4-മതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഅതാത് സൗജഹാ. 4-മത് ഇസ്ലാം പറയുന്നത് എന്താണ്? അവളെ കെട്ടിയ ഭർത്താവിനെ പൂർണ്ണമായി കീഴ്പ്പെട്ട് ജീവിക്കുന്നവളാണ്, പൂർണ്ണമായി ഭർത്താവിനെ അനുസരിക്കുന്നവളാണ്, പൂർണ്ണമായി ഭർത്താവിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നവളാണ്. ഒരു നിലക്കും തന്റെ ഭർത്താവിനെ ദേഷ്യപ്പെടുത്തൂല, ഒരു നിലക്കും ഭർത്താവിനോട് ചുടിക്കൂല, ഒരു നിലക്കും ഭർത്താവിനോട് പിണങ്ങൂല, ഒരു നിലക്കും ഭർത്താവിനെ ശല്യപ്പെടുത്തൂല. ആ നിലക്ക് പൂർണ്ണമായി തന്നെ കെട്ടിയ ആ പുതിയാപ്പളരെ അനുസരിച്ച് ജീവിക്കുന്ന പെങ്ങളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ 4 കാര്യം ചെയ്തു ചെയ്യുന്ന ഒരു പെണ്ണാണോ നമ്മുടെ നാട്ടിലുള്ളത്? ആ പെണ്ണിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അരേ ഖീല ലഹാ, ഈ 4 കാര്യം ജീവിതത്തിൽ മുറുകെ പിടിച്ച പെണ്ണ് അവളതാ നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ അവളോട് പറയപ്പെട്ടു പോയി, ഉദ്ഖുലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅ്തി. ആ സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകളും തുറന്നു വെച്ചിരിക്കുകയാണ്. 7 വാതിലിൽ കൂടാണോ അതാ നീ കടക്കാൻ ഉദ്ദേശിക്കുന്നതാ, നീ കടന്നോ പെങ്ങളെ. എന്ന എല്ലാ വാതിലുകളും നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഇഷ്ടമുള്ള വാതിലിൽ കൂടി സ്വർഗ്ഗത്തിലെങ്കിൽ കടക്കൂ. ആരാണിത് പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഒന്നും കൂടി ഞാൻ ഉമ്മമാരോട് പറയട്ടെ, ഈ 4 കാര്യം ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവരാകണം. ഇനി പറയട്ടെ, ആവശ്യമില്ലാതെ ഔറത്ത് വെളിവാക്കിക്കൊണ്ട് ഓ പെങ്ങളെ, നിന്റെ എല്ലാ ഭംഗിയും വെളിവാക്കേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ്. നിന്റെ എല്ലാം വെളിവാക്കപ്പെടേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ്. എന്നാൽ നിങ്ങൾ കേൾക്കണോ, നമ്മുടെ നാട്ടിലെ പെണ്ണിന്റെ അവസ്ഥ എന്താണ്? ഭർത്താവിന്റെ മുമ്പിൽ എല്ലാ ഭംഗികളും വെളിവാക്കേണ്ടതിന്റെ പകരോ ഈ സമുദായത്തിലെ മുസ്ലിം ഉമ്മമാര് അവര് ടൗണിലേക്ക് ഇറങ്ങുമ്പോ, അവരതാ കല്യാണ വീട്ടിലേക്ക് പോകുമ്പോ, അവള് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോ വളരെ ഭംഗിയായി വൃത്തിയായി സുബ്ഹാനല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ഇമാം അഹ്മദും നസായിയും ഹക്കീം റിപ്പോർട്ട്
റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അയ്യുമുംബ്രാത്തിൻ ഇസ്തഅതറതു, ഏതെങ്കിലും ഒരു പെണ്ണ് അതാ അവൾ ഭംഗിയായി എല്ലാ ഭംഗിയോടുകൂടെ അവളെ ശരീരത്തിലേക്ക് സ്പ്രേ അടിക്കുന്നു, സുബ്ഹാനല്ലാഹ്, അതാ അത്തർ തേക്കുന്നു, സ്പ്രേ അടിക്കുന്നു, പൗഡർ ഇടുന്നു, എല്ലാ മണമുള്ളതും അവൾ ഉപയോഗിക്കുന്നു. എന്നിട്ട് സുമ്മ ഖറജത്തു, അവള് വീട്ടുന്നതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഫമറത്ത് അലാ ഖൗമിൽ, ജനങ്ങളെ ഇടയിൽ കൂടി അവളിങ്ങനെ നടക്കുകയാ. എന്തിനാണ് അവളങ്ങനെ നടന്നത്? ലിയജിദൂ റീഹഹാ, ഇവളെ സ്പ്രേന്റെ മണം ഓർക്കടിക്കണോ, ഇവളെ പൗഡറിന്റെ മണോ അവർക്കടിക്കണോ, ഇവള് തേച്ച അത്തറിന്റെ മണോ അവർക്ക് അടിക്കണോ? ഈ നിലക്ക് അതെ അവൾ പോകുന്ന വഴിയിലുള്ളവർക്ക് മുഴുവനും പൗഡറിന്റെ അത്തറിന്റെ സ്പ്രേന്റെ മണം അടിക്കണോ എന്ന ചിന്തയോടെ ഇതൊക്കെ തേച്ചിട്ട് ജനങ്ങളെ മുമ്പിലോടെ ഇറങ്ങി നടക്കുന്ന പങ്കാളി ഞങ്ങളെ നാട്ടിലുണ്ടോ? അവളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഹിയ സാനിയ, അവള് വ്യഭിചാരി പെണ്ണാണ് കേട്ടോ, അതൊരു നല്ല പെണ്ണിന്റെ ലക്ഷണമല്ല. അന്യവരുടെ മുമ്പിൽ അവർക്ക് മണക്കാൻ വേണ്ടി സ്പ്രേ ഇട്ട് അത്തറിട്ട് പൗഡറിട്ട് മിരിക്കിട്ട് അന്യപുരുഷന്മാരുടെ ഇടയിൽ അവളെ മനസ്സിലുള്ള ചിന്ത എല്ലാവർക്കും ഇത് മണക്കണം എന്നാണ്, എന്റെ മണം എല്ലാവരും ആസ്വദിക്കണമെന്നാണ്. ആ നിലക്ക് ഇറങ്ങി നടക്കുന്ന പെങ്ങളെ നിന്നെ സംബന്ധിച്ച് ലോകത്തിന്റെ ഹബീബിന്റെ പ്രഖ്യാപനോ ഫഹിയ സാനിയ, അവളൊരു വ്യഭിചാരി പെണ്ണാണ്. നല്ല ഒരു പെണ്ണിന്റെ ലക്ഷണമല്ലേ? അല്ല, അതൊരു വ്യഭിചാരി പെണ്ണിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നീ പൗഡറിന്റെ സ്പ്രേ അടിക്കേണ്ടത് കല്യാണത്തിന് പോകുമ്പോഴല്ല, അന്യന്റെ മുമ്പിൽ ഇറങ്ങി പോകുമ്പോഴല്ല, ഹോസ്പിറ്റലിലേക്ക് ടൗണിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോകുമ്പോഴല്ല. പിന്നെയോ നീ എല്ലാ സ്പ്രേയും അടിക്കേണ്ടത്, നീ എല്ലാ പൗഡറും തേക്കേണ്ടത് അത് ഒരേ ഒരു സ്ഥലത്ത് മാത്രമാ. അതാണ് നിന്റെ ഭർത്താവിന്റെ അറ. ആ ഭർത്താവിന്റെ മുമ്പിൽ പോകുമ്പോഴല്ലേ നീ അവനിക്കല്ലേ ഭംഗിയാക്കി കൊടുക്കേണ്ടത്, ഈ സമുദായത്തിനല്ലല്ലോ, ഈ നാട്ടുകാർക്കല്ലല്ലോ. അതുകൊണ്ട് ഉമ്മമാര് ശ്രദ്ധിക്കണം. ഇനി ഒന്നും കൂടി പറയട്ടെ,